ഇതുപോലൊരു സിനിമയെപ്പറ്റി സംസാരിക്കുമ്പോൾ എത്രാമത്തെ ഡ്രാഫ്റ്റാണ് എൻ്റെ തിരക്കഥ ഫൈനൽ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? അത് കൂടാതെ തന്നെ 3 മാസം നിങ്ങൾ അവിടെ സ്റ്റക്കായപ്പോൾ ഇത്രയും വർഷം ഈ ഒരു എനിക്കൊന്ന് പോക്കിയ രാജയുടെ സമയത്താണ് ബ്ലിസ് സാർ ആദ്യമായിട്ട് ഇതിൻ്റെ ഇത് കഥ പിച്ച് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അന്നോട്ട് ഇന്ന് വരെ തിരക്കഥ ആയതിനു ശേഷം എത്രാമത്തെ ഡ്രാഫ്റ്റാണ്? ഇത്രയും ഡിലേ വന്നപ്പോൾ ഈ ഫൈനൽ ചെയ്ത തിരക്കഥ കണ്ടാണല്ലോ ഷൂട്ട് തുടങ്ങണം. അതിനുശേഷം ഈ ഒരു പാൻഡമിക് വരുന്നു, ഡിലേ വരുന്നു, ഇത്രയും നാൾ ഡിലേ വരുന്നു. അപ്പോൾ തിരക്കഥയിൽ പിന്നെയും പൊളിക്കലുകൾ, അതൊരു പക്ഷേ ഈ ഇത്രയും ഡിലേ വന്ന് നന്നായെന്ന് തോന്നുന്നുണ്ടോ? ഡിലേയിൽ ഏറ്റവും ഗുണം കിട്ടുന്നത് ഏത് ആസ്പെക്റ്റിനാണെന്ന് ചോദിച്ചാൽ, ഇന്നിപ്പോൾ 2024 മാർച്ച് മാസമാണ് ഈ സിനിമ റിലീസാകാൻ പോകുന്നത്. ഒരു റിലീസ് സമയത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു സിനിമ റിലീസാകാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിലാണ് ഇന്ന് ഈ സിനിമ റിലീസാകുന്നത്. ഒരുപാട് കാരണങ്ങളാൽ മലയാള സിനിമയോടുള്ളൊരു അറ്റൻഷൻ, സിനിമാ വ്യവസായം മൊത്തത്തിൽ കൈവരിച്ച മാറ്റങ്ങൾ എല്ലാം കൊണ്ടും ഇത്ര ഒരു ജയന്റ് സിനിമയ്ക്ക് റിലീസ് ചെയ്യാൻ പറ്റിയ ഒരു കാലഘട്ടത്തിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ താമസം കൊണ്ട് കിട്ടിയൊരു ഗുണം അതായിരിക്കാം. ഈ ഡ്രാഫ്റ്റിൻ്റെ കാര്യം ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. എത്ര ഡ്രാഫ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഇതിങ്ങനെ കോൺസ്റ്റൻ്റ്ലി ചേഞ്ച് അല്ല, ഇവോൾവ് ആയിക്കൊണ്ടിരുന്ന ഞാൻ ഇങ്ങനൊരു മേക്കിംഗ് പ്രോസസ്സ് എൻ്റെ ലൈഫിൽ നടന്നിട്ടില്ല. ഒന്നാമത് ഈ 10-16 വർഷക്കാലം ഒരുമിച്ചുള്ളൊരു യാത്രയാകുമ്പോൾ ഈ സംവിധായകൻ നടൻ ബന്ധമൊക്കെ ഇപ്പോൾ അങ്ങനല്ല ആക്ച്വലി ബ്ലസ് ചേട്ടനും ഞാനും. ഇപ്പോൾ പറഞ്ഞാൽ മൂപ്പരൊരു വളരെ ശാന്ത സ്വരൂപിയായൊരു മൂത്ത ജ്യേഷ്ഠനും ഞാനൊരു വഴക്കാളിയായ അനിയനും, അതാണ് ഇവിടുത്തെ ഒരു ഇക്വേഷൻ. അപ്പോൾ ശരിക്കും നമ്മൾ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് എത്രയോ പ്രാവശ്യം ഞാൻ ബ്ലസ് ചേട്ടാ ഈ ഡയലോഗ് എനിക്ക് പറയാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ബ്ലസ് ചേട്ടൻ മൂപ്പരുടെ ഒരു സ്വഭാവം, എന്താ രാജു, അല്ല എനിക്കത് ഇങ്ങനെ ഇവിടെ വന്ന് ഇരുന്നിട്ട് ഇങ്ങനെ എനിക്ക് ഈ ഒരു സോളിലോക്കി പോലെ എനിക്കിപ്പോൾ ഈ ആടിനോട് എനിക്കിത് പറയാൻ തോന്നുന്നില്ല, എനിക്കത് പറയാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ശരി എന്നാൽ പറയണ്ട. എൻ്റെ ബ്ലസ് ചേട്ടൻ പറയും ഒരു കാര്യം ചെയ്യും, ഡയലോഗ് പറയണ്ട, ഞാൻ ക്യാമറ റോള് പറഞ്ഞിട്ട് ഞാൻ കട്ട് പറയില്ല, ആ ഡയലോഗിലൂടെ കൺവേ ചെയ്യേണ്ടത് രാജുവിന് കൺവേ ചെയ്യാൻ പറ്റിയെന്ന് തോന്നിക്കഴിയുമ്പോൾ എന്നെ അടുത്ത് അറിയിച്ചു, അപ്പോൾ ഞാൻ കട്ട് പറയാം. അങ്ങനൊരു പ്രോസസ്സ് ഒരു ആക്ടറിന് കിട്ടുക എന്ന് പറയുന്നതിന് എന്തൊരു ലക്ഷറിയാണ്. ഈ സിനിമ അങ്ങനെ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അങ്ങനൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി സീൻ ബൈ സീൻ കുറേ കാര്യങ്ങൾ പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഞാൻ നന്നായിട്ടുണ്ടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ വലിയ ക്രെഡിറ്റ് ബ്ലസ് ചേട്ടനാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു സ്വപ്നത്തിന് പുറകെ ഒരാൾക്ക് എത്രത്തോളം സഞ്ചരിക്കാൻ പറ്റുന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം. ഈ മറ്റു സിനിമയും ചെയ്യാതെ 16 വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി. അൺബിലീവബിൾ. അത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ആദ്യ സിനിമ ചെയ്യാൻ ഉള്ളൊരു പുതുമുഖ സംവിധായകൻ്റെ സ്ട്രഗിൾ അല്ല ഇത്. ഒരു ഇൻഡസ്ട്രിയിലെ ഏറ്റവും വിലപിടിപ്പുള്ള സംവിധായകൻ, ഏറ്റവും ആൾക്കാർ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന സംവിധായകൻ്റെ ഒരു സിനിമയാണ്. അങ്ങനെ ഒരാളാണ് ഇത്രയും വർഷക്കാലം ഒരു സിനിമയ്ക്ക് പുറകെ നിന്നത്. ലസിച്ചേട്ടൻ ഒരൊറ്റ ഒരാൾ കാരണമാണ് ഈ സിനിമയിൽ നിന്ന് ഈ ഫോമിൽ എത്തിപ്പെട്ടത്. ശരിക്കും പൃഥ്വിരാജ് എന്നൊരു സംവിധായകൻ ഈ ഒരു പൊസിഷനിൽ നിന്ന് ആലോചിക്കാൻ പറ്റും എപ്പോഴെങ്കിലും? ഐ മീൻ ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പം ഒരു ഷോട്ട് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ ഷോട്ട് എത്ര ടേക്ക് എടുത്താലും, ഇപ്പം ഞാൻ കേട്ടിട്ടുള്ളത് 25 ദിവസമൊക്കെ നിങ്ങളൊരു ഈ ബ്ലസ്സിയുടെ കാര്യമല്ലേ പറയാം? അയ്യോ തീർച്ചയായിട്ടും. അപ്പം പൃഥ്വിരാജ് ഒരു സംവിധായകനുമാണ്. താങ്കളായിരുന്നു ഒരു പക്ഷേ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഇത്രയും എഫേർട്ട് ഇടുക, ഇത്രയും വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം നിൽക്കുക? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അത്രത്തോളം കഴിവും ഫോക്കസും കൺവിക്ഷനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനായിട്ട് ഫേസ് ചെയ്തിട്ടില്ല ഇതുവരെ. അതായത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു സിനിമ ഇത്ര വലിയൊരു യാത്രയായി മാറുന്നൊരു സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. എൻ്റെ ഇപ്പോഴത്തെ എന്നെക്കുറിച്ചുള്ള അറിവ് വെച്ചിട്ട് എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് അതുകൊണ്ട് ബ്ലസ് ചേട്ടനോട് അളവില്ലാത്ത ആരാധനയുണ്ട്. അത് എന്തൊരു സൂപ്പർ ഹ്യൂമൻ എഫേർട്ടാണിത്. ഷൂട്ട് കഴിഞ്ഞ് അന്നാണ് റിയൽ ലൈഫ് കഥാപാത്രം നജീബുമായിട്ട് സംസാരിച്ചതെന്ന് പറഞ്ഞത്. എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു ഡിസിഷൻ? നോർമലി ഇങ്ങനെ ഒരാളെ ഒരു റിയൽ ലൈഫ് കഥാപാത്രത്തിനെ പറ്റി ഒരു സിനിമ ചെയ്യുമ്പോൾ അദ്ദേഹം വളർന്ന ചുറ്റുപാടുകൾ ഉൾപ്പെടെ എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടാണ് നോർമൽ പ്രൊസീജിയറിൽ ഒരാൾ ചെയ്യുന്നത്. ഐ മീൻ ഒരു നടൻ ചെയ്യുകയുണ്ടാവുന്നത്. അപ്പം പക്ഷേ ഈ ഒരു സിനിമയിൽ അത് നേരെ തിരിച്ചായിരുന്നു. എന്തുകൊണ്ടായിരുന്നു? ബ്ലസ് ചേട്ടനെയും കൂടിയുള്ളൊരു ജോയിന്റ് ഡിസിഷനാണ്. കാരണം ഇതിപ്പോൾ ഒരു നജീബ് മുഹമ്മദ് എന്ന വ്യക്തിയുടെ യഥാർത്ഥ ജീവിതത്തിൻ്റെ എല്ലാ എക്സ്പീരിയൻസസും ഡോക്യുമെൻ്റ് ചെയ്തിട്ട് അതിലേക്കൊരു റൈറ്ററിൻ്റെ ഇമാജിനേഷൻ്റെ ഒരു ലെയർ കൂടി ആഡ് ചെയ്തിട്ട് ബെന്യാമിൻ എഴുതിയ പുസ്തകമാണ് ആടുജീവിതം. ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന പുസ്തകത്തിലേക്ക് ഒരു സംവിധായകൻ ഇമാജിനേഷൻ കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് ഫിക്ഷണലൈസ് ചെയ്തൊരു വേർഷനാണ് ആടുജീവിതം എന്ന സിനിമ. അപ്പോൾ ശരിക്കും ആസ് എൻ ആക്ടർ എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഇതിൽ ബ്ലസ്സിച്ചേട്ടൻ എഴുതിയ സ്ക്രീൻ പ്ലേയിലെ നജീബിനെ സ്ക്രീനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒറിജിനൽ നജീബിനെ റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, ടു ബി ഫ്രാങ്ക്. അതിനകത്ത് ഡയറക്ടർ ക്രിയേറ്റ് ചെയ്തൊരു നജീബ് ഉണ്ടല്ലോ, ഒറിജിനൽ നജീബിൽ നിന്ന് ഇൻസ്പയർഡായി ക്രിയേറ്റ് ചെയ്തൊരു നജീബ്. ആ നജീബിനെയാണ് ഞാൻ സ്ക്രീനിൽ എത്തിക്കേണ്ടത്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഇമിറ്റേഷൻ്റെ ഒരു ലെയർ ഈ പ്രോസസ്സിൽ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. ഒരു റിയൽ നജീബിനെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് റീക്രിയേറ്റ് ചെയ്യുക, അത്തരം ആവശ്യങ്ങളോ അതിൻ്റെ ഒരു ആവശ്യം ഈ ഒരു പെർഫോമൻസിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ്
പിന്നെ അതൊരു ആക്ച്വലി ഒരു ഭയങ്കര ഒരു പ്രൊഫൗണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഈ നജീബ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ മുഴുവൻ അതിൻ്റെ ഫുൾ ആർക്ക് ജീവിച്ച് തീർത്തിട്ട് ഒറിജിനൽ നജീബുമായിട്ട് സംസാരിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ആ ഇൻ്റർവ്യൂവിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. കുറച്ച് അദ്ദേഹം സംസാരിക്കാൻ കുറച്ച് ഫ്രീ ആയപ്പോൾ. അപ്പോൾ ഞാൻ ചോദിച്ചു കുറേ കാര്യങ്ങൾ, ഇന്ന സമയത്ത് ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഇതായിരുന്നോ, എന്തായിരുന്നു ചിന്തിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും ഞാൻ ആ സീനുകൾ അഭിനയിച്ചപ്പോൾ അയ്യോ ഞാൻ അതാണല്ലോ ആലോചിച്ചതെന്നുള്ളൊരു ഭയങ്കര പ്രൊഫൗണ്ട് എക്സ്പീരിയൻസ് എനിക്കുണ്ടായി. അതൊരു മറക്കാൻ പറ്റാത്ത അനുഭവമാണത്.